ഹായ് ഹലോ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. കാരണം നമ്മുടെ വീടുകളിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ തണുപ്പ് കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോർ അടയാനുള്ള ബുദ്ധിമുട്ട്. അത് കുറേ നാളായി. അപ്പം ഞാൻ ഇന്ന് അർജൻറ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം വീടിൻ്റെ ബാക്കിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്, അത് ലോക്ക് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് അടയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ടും കൊണ്ട് ഇത് ഇവിടുന്ന് ലോക്ക് ചെയ്യാനൊന്നും പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ലോക്ക് ചെയ്യണ ടൈമിൽ ഇത് വലിച്ചടയ്ക്കണം. അപ്പോൾ ഈ വലിച്ചടയ്ക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ളത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കത്തിക്കാൻ ഉപയോഗിക്കുന്ന മെഴുകുതിരിയില്ലേ, ആ മെഴുകുതിരി എടുക്കുക, ജസ്റ്റ് ആ ഡോർ അടയുന്ന പോർഷൻ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം നമ്മളിത് തേച്ച് കൊടുക്കുമ്പോണ്ടല്ലോ മൊത്തത്തിൽ തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് കുറേ അങ്ങോട്ട് തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോർ അടയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ ഇത് അടയും. അതായത് ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ബുദ്ധിമുട്ട് അങ്ങോട്ട് മാറി ഡോറൊക്കെ നല്ല ലൂസ് ആവുകയും നമുക്ക് പെട്ടെന്ന് തന്നെ ഡോർ അടയ്ക്കാനും തുറക്കാനൊക്കെ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. അപ്പം ഞാൻ ഇത് കുറേ വർഷങ്ങളായിട്ടോ എനിക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ കറക്റ്റായിട്ട് ഇതിനൊരു സൊല്യൂഷൻ നോക്കിയിരിക്കുകയായിരുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തു. പിന്നെ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരുമ്പോൾ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആശേരീനെ വിളിക്കും. മരത്തിൻ്റെയൊക്കെ ആശേരിയില്ലേ, പുള്ളീനെ വിളിക്കും കേട്ടോ. പുള്ളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉളി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ആ സൈഡിലൊക്കെ ഒന്ന് മിനുസപ്പെടുത്തി വിടും. അങ്ങനെയായിരുന്നു ഈ പ്രശ്നമൊക്കെ തണുപ്പ് കാലത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തിനു ഈ മരാശേരീനെയൊക്കെ വിളിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്? അതേ ഈ ഒരു പ്രോഡക്റ്റ് മാത്രം മതിയല്ലോ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട്. നമുക്കിത് ഡോറിൽ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നമ്മുടെ ജനാലകൾ, അതായത് വിൻഡോയിലൊക്കെ ഇതുപോലെ ടൈറ്റായിട്ട് വരും. അപ്പോൾ അവിടെയൊക്കെ ആ ജോയിൻ്റ് അത് അടയണ പോർഷൻ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി, വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും ഗുണം ചെയ്യും. നമുക്ക് ഒരുമാതിരിയുള്ള ടൈറ്റൊക്കെ നമുക്ക് ലൂസായി കിട്ടാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ ഡോറെന്ന് പറഞ്ഞിട്ട്, അതായത് ഫ്രണ്ടിലെ ഡോറ് ഞങ്ങൾ വലിച്ചാണ് അടിച്ചുകൊണ്ടിരുന്നത്. അത് അടച്ചടിച്ച് അതിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇങ്ങനെ പെയിൻ്റൊക്കെ ഇളകാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ബാക്കിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇതിനൊരു സൊല്യൂഷൻ വേണം എന്നൊക്കെ വിചാരിച്ച് ഇരുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ഈ ചെറിയൊരു ട്രിക്ക് എൻ്റെ ഒരു വ്ളോഗ് ഇട്ടപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയായിരുന്നു. ആരൊക്കെ ശ്രദ്ധിച്ചു കേട്ടു എന്ന് എനിക്കറിയില്ല. എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ ഡേ മൈ ലൈഫ് കാര്യങ്ങൾ, എൻ്റെ ജേണി, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ട്രാവലിങ്, എൻ്റെ ചെറിയ ട്രിക്സ് അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടോ ഞാൻ ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതും അതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് എൻ്റെ ഡോറ് നന്നായിട്ട് അടയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് മുന്നിലൊന്ന് കാണിച്ചു. ഇത് ഡബിൾ ഡോർ ആയതുകൊണ്ട് തന്നെ ഇരട്ടി പണിയാണ് കേട്ടോ. കാരണം രണ്ട് സൈഡിൽ നിന്നും ഡോറും അതുപോലെ സെൻട്രലിലായിട്ട് ലോക്കും ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ മെഴുകുതിരി ഇതുപോലെ തേച്ച് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അടച്ചും ഓപ്പൺ ചെയ്തും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ സെയിം പ്രോബ്ലം തന്നെ വീടിൻ്റെ അകത്തുള്ള, അതായത് ബെഡ്റൂമിൻ്റെ ഡോറിലും ഈ സെയിം പ്രോബ്ലം തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പരിധി വരെയുള്ള ടൈറ്റൊക്കെ ഇതുമൂലം മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ചില സമയത്ത് ബെഡ്റൂമിൻ്റെ ഒക്കെ ഡോറൊക്കെ ആകുമ്പോൾ രാത്രി കിടക്കാൻ നേരത്തെ ഇങ്ങനെ ടൈറ്റായിട്ട് ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ അടയ്ക്കാനും തുറക്കാനും ഭയങ്കര പാടാണ്. ഇടയ്ക്കൊക്കെ ചവിട്ടി വലിച്ചടയ്ക്കുകയും വലിച്ച് തുറക്കുകയും ചവിട്ടി തുറക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടോ. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിവിടെ മഴക്കാലമായ മാത്രമല്ല കേട്ടോ, മഞ്ഞുകാലമായാൽ, അതായത് ഡിസംബറും ജനുവരിയിലും ഉണ്ടാകുന്ന സ്ഥിരമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പം ഞാനിങ്ങനെ ടൈറ്റ് കാണുമ്പോൾ തന്നെ ഇതുപോലെ മെഴുകുതിരിയൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ ഇന്ന് ഞാനൊരു വ്ളോഗ് ഇടുന്നത്. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, ഞാൻ ഈ ഡോറ് തുറക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ ഈ സമയത്ത് അത് ചവിട്ടി തുറക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് അതാ നിർവാഹമുള്ളൂ, അതങ്ങനെ തുറക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരുപാട് ചവിട്ടി തുറക്കി നമ്മൾ ഒരുപാട് ബലം പ്രസ് ചെയ്ത് അതിങ്ങനെ തുറക്കി അടയ്ക്കുകയും ചെയ്യുമ്പോണ്ടല്ലോ ഈ വാതിലിനൊക്കെ കേടുപാടുകൾ സംഭവിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ കോൺക്രീറ്റ് കെട്ടിടമാണ്. ആ കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൊട്ടലൊക്കെ കാണും കേട്ടോ. അതുപോലെ തന്നെ കട്ടിളപ്പടിയുടെ ജോയിൻ്റെയിലൊക്കെ ഇങ്ങനെ പൊട്ടലൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പരിധി വരെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുകയാണ്. അറിയില്ല നിങ്ങളിൽ ആരൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുന്നു എന്ന്. പക്ഷേ കഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉത്തമ സൊല്യൂഷനുമായിട്ടാട്ടോ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത്. നല്ല കട്ടിക്ക് തന്നെ അടിച്ച് തേക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ മെഴുകുതിരി. ഇതുപോലെ തന്നെ നല്ല കട്ടിക്ക് രണ്ട് സൈഡിലും, അതായത് ഡോറിൻ്റെ സൈഡിലും അതുപോലെ തന്നെ കട്ടിലപ്പടിയിലും, അതായത് വാദപ്പടിയിലും മേലേന്ന് തുടങ്ങി താഴെ വരെ ഞാനിങ്ങനെ കുത്തിയിരുന്ന് തേച്ച് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലാണ് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളിതുപോലെ
ട്രൈ ചെയ്തൊന്ന് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ. സീ യു. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ.